പ്രിയപ്പെട്ട വ്ലോഗർ ഗ്ലാമി ഗംഗയുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. തന്റെ പ്രണയത്തെക്കുറിച്ചും വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ചും ഗംഗ നടത്തിയ വെളിപ്പെടുത്തലുകൾ ആരാധകർക്കിടയിൽ കൗതുകമുണർത്തുന്നു. നേരത്തെ വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമായ അപ്പുവിനെയാണ് ഗംഗ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്തത്. ഈ തീരുമാനത്തെക്കുറിച്ച് ഉയർന്ന ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തവും ധീരവുമായ മറുപടിയാണ് താരം നൽകിയിരിക്കുന്നത്. അപ്പുവിന്റെ മുൻപത്തെ വിവാഹബന്ധം വേർപിരിഞ്ഞതാണെന്നും അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ മറ്റൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചുവെന്നും ഗ്ലാമി ചൂണ്ടിക്കാട്ടുന്നു. ഒരു പെൺകുട്ടിക്ക് മറ്റൊരു ജീവിതം തുടങ്ങാമെങ്കിൽ എന്തുകൊണ്ട് അപ്പുവിന് അത് സാധ്യമല്ല എന്ന പ്രസക്തമായ ചോദ്യമാണ് താരം ഉന്നയിക്കുന്നത്. അപ്പുവിനെ ആദ്യമായി പരിചയപ്പെടുന്നത് ഒരു ഇൻഫ്ലുവൻസറിന് ഇടയിലാണെന്ന് ഗ്ലാമി ഓർക്കുന്നു. മറ്റൊരു യൂട്യൂബ് ചാനലിന് വേണ്ടി അപ്പുവിനെയും സുഹൃത്തുക്കളെയും അഭിമുഖം ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു മകൾ ഉണ്ടെന്ന വിവരം ഗംഗ അറിയുന്നത്. എന്നാൽ തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അപ്പു അന്ന് അധികമൊന്നും വെളിപ്പെടുത്തിയിരുന്നില്ല. ഒരു മതിൽക്കെട്ടിന് അപ്പുറം ജീവിക്കുന്നത് പോലെ വളരെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് ഗംഗ പറയുന്നു. പിന്നീട് മറ്റ് സുഹൃത്തുക്കളിൽ നിന്നാണ് അപ്പു വിവാഹമോചിതനാണെന്ന സത്യം ഗംഗ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ഗംഗ തന്റെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്നു. ഒരു പ്രണയബന്ധം തകർന്നതിന്റെ വേദനയിൽ അടപടലം തകർന്നു നിൽക്കുകയായിരുന്നു താനെന്ന് ഗംഗ തുറന്നു പറയുന്നു. മാനസികമായി തളർന്നപ്പോൾ താരം പ്രൊഫഷണൽ തെറാപ്പി തേടാനും തീരുമാനിച്ചു. ആ തകർച്ചയിൽ നിന്നും സ്വയം സുഖപ്പെട്ടു വരുന്ന ഘട്ടത്തിലായിരുന്നു അപ്പു എഡിറ്റിംഗ് പഠിച്ചിറങ്ങുന്നത്. അന്ന് തന്റെ വീഡിയോകൾ എഡിറ്റ് ചെയ്യാൻ ഒരാളെ തേടുകയായിരുന്നു ഗംഗ. ജോലിയുടെ ഭാഗമായി അപ്പു ഗംഗയുടെ വീട്ടിൽ സ്ഥിരമായി വരാൻ തുടങ്ങി. അപ്പുവിന്റെ എഡിറ്റിംഗ് മികവ് ഗംഗയ്ക്ക് വലിയ ബോധ്യമായി. ആ സൗഹൃദം സാവധാനം വളർന്നു തുടങ്ങിയെങ്കിലും പ്രണയത്തിലേക്ക് ഉടൻ എത്തിയിരുന്നില്ല. തെറാപ്പിക്ക് ശേഷം തന്റെ ജീവിതത്തെക്കുറിച്ച് ഗംഗയ്ക്ക് വേറെ ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു. വാരണാസിയിലേക്കും കേദാർനാഥിലേക്കും തീർത്ഥാടനത്തിന് പോകാനായിരുന്നു താരത്തിന്റെ ആഗ്രഹം. 2 വർഷത്തോളം യാത്രകളിൽ മുഴുകണമെന്നും അതിനുശേഷം ഒരു പെൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തണമെന്നും ഗംഗ ആഗ്രഹിച്ചു. ആത്മീയതയിലൂടെയും കരുണയിലൂടെയും സമാധാനം കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. അതേസമയം അപ്പുവിന്റെ ചിന്ത വിദേശത്തേക്ക് പോകാനായിരുന്നു. എഡിറ്റിംഗിലൂടെ പണം സമ്പാദിച്ച പുറം രാജ്യത്ത് മെച്ചപ്പെട്ട ജീവിതം കെട്ടിപ്പടുക്കാനായിരുന്നു അപ്പു ആഗ്രഹിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഗംഗയുടെ വീട്ടുകാർ അപ്രതീക്ഷിതമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. അപ്പു നല്ല പയ്യനല്ലേ, അവനെ നിനക്ക് വിവാഹം കഴിച്ചുകൂടെ എന്നായിരുന്നു വീട്ടുകാരുടെ ചോദ്യം. അപ്പുവിന്റെ ജീവിതം അടുത്തറിയാമായിരുന്ന ഗംഗയ്ക്ക് ആ നിർദ്ദേശം പൂർണ്ണമായും തള്ളിക്കളയാൻ തോന്നിയില്ല. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരാളാണ് അപ്പു എന്ന് ഗംഗയ്ക്ക് അറിയാമായിരുന്നു. സത്യത്തിൽ അപ്പുവിന് മറ്റൊരു വിവാഹം ആലോചിക്കാൻ തന്റെ സുഹൃത്തുക്കളെ വരെ ഗംഗ മുൻപ് നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ ആ ആലോചന ഒടുവിൽ തന്നിലേക്ക് തന്നെ എത്തുകയായിരുന്നു. അപ്പുവിനോട് ഈ കാര്യം എങ്ങനെ പറയുമെന്ന ആശങ്കയിലായിരുന്നു ഗംഗ. ഒരു ദിവസം SD കാർഡ് വാങ്ങാനായി അപ്പു വീട്ടിലെത്തിയപ്പോഴാണ് ഗംഗ വിവാഹകാര്യം അവതരിപ്പിക്കുന്നത്. ഗംഗയുടെ വാക്ക് കേട്ട അപ്പു ആദ്യം അമ്പരന്നു. ഇതൊരു പ്രാങ്ക് വീഡിയോ ആണെന്നാണ് അദ്ദേഹം കരുതിയത്. അത്രമേൽ അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിന് ആ വിവാഹാലോചന. അപ്പുവിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ സംഭവങ്ങളൊന്നും ഗംഗയ്ക്കോ വീട്ടുകാർക്കോ ഒരു പ്രശ്നമല്ല. ഒരാളുടെ ഭൂതകാലത്തേക്കാൾ വർത്തമാനകാലത്തെ സ്നേഹവും സത്യസന്ധതയുമാണ് തങ്ങൾ നോക്കുന്നതെന്ന് ഗംഗ വ്യക്തമാക്കുന്നു. തങ്ങൾ സന്തുഷ്ടരാണെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഗംഗയും അപ്പുവും പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. വിമർശിക്കുന്നവർക്ക് മുന്നിൽ തങ്ങളുടെ ജീവിതം തന്നെ മറുപടിയാകുമെന്ന് അവർ കരുതുന്നു.